ഈ ക്ലാസ്സിൽ ലോസ് ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ പ്രോബ്ലംസ് ചെയ്ത് അവസാനിപ്പിക്കും നമ്മൾ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒപ്റ്റിമം സ്പീഡാണ് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. കാറോണെ ബാങ്കഡ് റോഡ് പറഞ്ഞു, അതിൽ തന്നെ ഒപ്റ്റിമം സ്പീഡ് പറഞ്ഞു. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുവാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ആവശ്യമില്ല. അപ്പോൾ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത് കൊണ്ടുള്ള തേയ്മാനം ഒഴിവാകും. സോ വിയർ ആൻഡ് ടിയർ വിൽ ബി മിനിമം. ഓർക്കുക, കൈനറ്റിക് ഫ്രിക്ഷൻ പോകുന്നില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ കേസിൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ടുള്ള വിയർ ആൻഡ് ടിയർ ഒഴിവാകും. സോ ദ വിയർ ആൻഡ് ടിയർ വിൽ ബി മിനിമം അറ്റ് ഒപ്റ്റിമം സ്പീഡ്. ആ ഒപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ കണ്ടു. ഒപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ശരിക്കും ആ ഡെറിവേഷനിൽ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഇല്ലാതെ കാണിച്ചിട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമ്മളൊരു ഈസി മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മാക്സിമം സ്പീഡിലുള്ള ഇക്വേഷനിൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിന്റെ വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്താൽ ഈസി ആയിട്ട് V0 √RG tan θ. മറ്റു രീതിയിൽ ചെയ്താലും √RG tan θ എന്ന് കിട്ടും. Optimum speed is obtained by setting μs equal to 0 in the equation for maximum safe speed. അങ്ങനെ μs is equal to 0 എന്നതിൽ കൊടുത്താൽ നമുക്കറിയാം ഇക്വേഷൻ ഇതാണ്, √RG ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ. അപ്പൊ മ്യൂ പ്ലസ് ടാൻ തീറ്റയിൽ മ്യൂ 0 ആയ ടാൻ തീറ്റ ആവും, ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റയിൽ മ്യൂ 0 ആയ ടേം മൊത്തം 0 ആയി. അപ്പോൾ RG ഇൻറ്റു 0 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RG ടാൻ തീറ്റ. അപ്പോൾ √RG ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം. എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 150 ഡിഗ്രി. ഈ മുകളിലത്തെ തിയറി പാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം. സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി. 15 ഡിഗ്രിയിൽ ബാങ്ക് ചെയ്തിട്ടുണ്ട്. If the coefficient of friction is 0.2, find optimum speed and maximum speed to avoid slipping. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണമെന്നില്ല. ഇത് എക്സാമ്പിൾ 5.11 ആണ്. എക്സാമ്പിൾ 5.11 അത് എഴുതിയാലും മതി. എക്സാമ്പിൾ 5.11 ആണ് ഈ ക്വസ്റ്റ്യൻ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പകർത്താം. സർക്കുലർ race track of radius 300 meter is banked at an angle of 15 degree. The coefficient of friction between the wheels of the race car, the coefficient of friction is 0.2. What is the optimum speed and maximum speed to avoid slipping? തന്നിരിക്കുന്നത് റേഡിയസ്. അപ്പൊ ആ റേസ് ട്രാക്കിന് അല്ലെങ്കിൽ ആ റോഡിന്റെ കർവിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 300 മീറ്റർ. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോഡ് ആൻഡ് ദി ടയർ ഈസ് 0.2. ബാങ്കിങ് ആംഗിൾ തീറ്റ 15 ഡിഗ്രി 15 ഡിഗ്രി, G 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇത് എഴുതുക. 5.11 എക്സാമ്പിൾ 5.11 ആൻസർ ആദ്യം R is equal to 300 മീറ്റർ ഡാറ്റാസ് കോപ്പി ചെയ്യുക, പകർത്തുക, എഴുതുക. ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്? ഫസ്റ്റ് നമുക്ക് കണ്ടത് ഒപ്റ്റിമം സ്പീഡാണ്. അതിന്റെ ഇക്വേഷൻ മുകളിൽ തന്നെ ഉണ്ട്, √RG tan θ. ആറിന്റെ വാല്യൂ ഉണ്ട്, ജിയുടെ വാല്യൂ ഉണ്ട്, തീറ്റയുടെ വാല്യൂ ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 28.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒപ്റ്റിമം സ്പീഡ് കിട്ടി 28.1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ കാണാൻ പറഞ്ഞത്? അടുത്ത പാർട്ടിൽ കാണാൻ പറഞ്ഞത് മാക്സിമം സേഫ് സ്പീഡാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, √RG ഇൻറ്റു മ്യൂ പ്ലസ്, ഇതാണ് ഇക്വേഷൻ. RG ഇൻറ്റു മ്യൂ പ്ലസ് മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് മാക്സിമം സേഫ് സ്പീഡ്. ആറിന്റെ വാല്യൂ അറിയാം, ജിയുടെ വാല്യൂ അറിയാം, മ്യൂവിന്റെ വാല്യൂ അറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആറിന് 300, 300 ഇൻറ്റു G 9.8 ഇൻറ്റു മ്യൂ പ്ലസ് 0.2 പ്ലസ് ടാൻ 15 ഡിവൈഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു ടാൻ 15. അപ്പോൾ 300 ഇൻറ്റു 9.8 ഇൻറ്റു ഇത് മൊത്തം ചെയ്താൽ ടാൻ 15 പ്ലസ് 0.2 ചെയ്താൽ 0.4668 വരും.
ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ടാൻ 15 ചെയ്താൽ 0.9464 വരും. 38.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. കൂടുതലും എക്സാമ്പിൾ പ്രോബ്ലംസ് തന്നെയാണ് ചെയ്യുക. പരീക്ഷ കൂടുതൽ അതാണ് വരാറ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇപ്പൊ നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കുകയാണെങ്കിലും നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവിങ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇക്വേഷൻ ഇതൊക്കെ ഡയറക്റ്റ് ആണ്, ഇതൊക്കെ ആർക്കും ചെയ്യാം. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ടതില്ല. One minute, let me do a correction. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, find the acceleration of the block trolley system shown in figure. Coefficient of friction mu s is equal to 0.04. Also find tension in the string. Take g equal to 10 meter per second. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ്ഡ് പ്രോബ്ലം ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 5.9. എക്സാമ്പിൾ 5.9 ആണിത്. 5.9 5.9. ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ബ്ലോക്ക് ട്രോളി സിസ്റ്റം, ഒരു ബ്ലോക്കും അതിനൊരു പുള്ളി വഴി ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ട് ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങോട്ട് റിലീസ് ചെയ്താൽ ഈ വെയിറ്റ് താഴേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ട് ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുമല്ലോ. ഈ വെയിറ്റ് ഇപ്പൊ സപ്പോസ് ഈ വെയിറ്റ് എന്തോ നമ്മൾ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിച്ചേക്കാണ്, അല്ലെങ്കിൽ എന്തെല്ലോ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണം, ഒരു സ്റ്റൂളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. സ്റ്റൂളിലാണ്. അപ്പൊ ഈ വെയിറ്റ് ഒന്നും അപ്പൊ ഈ ട്രോളി ഇവിടെ റെസ്റ്റിലാവും. ഞാൻ അതിന്റെ അടിയിൽ വെച്ചു എന്ന് സങ്കല്പിക്കുന്ന ആ സ്റ്റൂൾ അങ്ങോട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഈ വെയിറ്റിനെ അങ്ങോട്ട് റിലീസ് ചെയ്യാന്ന് പറയും. അപ്പൊ ഈ വെയിറ്റ് താഴേക്ക്, ഈ പുള്ളി തിരിയും, വെയിറ്റ് താഴേക്ക് നീങ്ങും, പുള്ളി റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ മാസിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ ഈ മാസ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ M2 എന്ന് പറയുന്ന മാസ് വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ് ചെയ്യാൻ തുടങ്ങും. So both M1 and M2 will get an acceleration. രണ്ടിലും ആക്സലറേഷൻ ഉണ്ടാവും. കോമൺ ആക്സലറേഷൻ ലോഡിലായിരിക്കും M1 M2 മൂവ് ചെയ്യുക. ഒന്നാമത് മനസ്സിലാക്കേണ്ട അതാണ്. എക്സാമ്പിൾ 5.9. എക്സാമ്പിൾ 5.9 5.9. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതിന്റെ പ്രോബ്ലത്തിൽ ചോദിച്ചത് ഈ M1 എന്ന മാസം M2 എന്ന മാസം മൂവ് ചെയ്യുന്ന M2 അങ്ങോട്ട് റിലീസ് ചെയ്താൽ രണ്ടും മൂവ് ചെയ്യുന്ന ഒരു കോമൺ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ കണ്ടെത്തുക. ആൾസോ ഫൈൻഡ് ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ്. ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കണ്ടെത്തുക. നമ്മൾ ആദ്യം എടുത്ത ഫോഴ്സുകൾ മാർക്ക് ചെയ്യുക. ആദ്യം ഈ മാസിനെ എടുക്കുക. M1 എന്ന മാസിന്റെ മോഷൻ നമ്മൾ പഠിക്കുക. അപ്പൊ M1 എന്ന മാസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ വാട്ട് ആർ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി മാസ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് M1 എന്ന മാസുള്ള 20 കിലോഗ്രാം മാസുള്ള ഈ ബ്ലോക്കിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വി നോ ദ വെയിറ്റ്. അതിന്റെ വെയിറ്റ് ഉണ്ടാവും, വിച്ച് വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ M1g ആണ് അതിന്റെ വെയിറ്റ്. ദെൻ ദർ വിൽ ബി എ നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം കോണ്ടാക്ട് ഫോഴ്സിന്റെ ഭാഗമായിട്ട് നോർമൽ റിയാക്ഷൻ വരും. ഈ സർഫസ്, ഈ ഒറിസോണ്ടൽ സർഫസ് ഈ ബ്ലോക്കിൽ മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. കാരണം വെയിറ്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ വെയിറ്റിന്റെ ഫലമായിട്ട് ഈ ബ്ലോക്ക് താഴേക്ക് പോകണം. ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് താഴേക്ക് പോകണം. ഇഫ് ദർ ഈസ് ഓൺലി വെയിറ്റ്, ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ദർ ഈസ് എ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. വെയിറ്റ് താഴേക്കാണ്ട് പോകണം. അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒറിസോണ്ടൽ സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലോക്കിൽ വെയിറ്റിന് തുല്യമായ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കണം. ദാറ്റ് ഈസ് ദി നോർമൽ റിയാക്ഷൻ.
അതായത് ഈ സർഫസ് ഇവിടെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കും, അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഈ നോർമൽ റിയാക്ഷൻ വിച്ച് വിൽ ബാലൻസ് ദി വെയിറ്റ്. അപ്പൊ രണ്ട് ഫോഴ്സ് ആയി. ഇനി എന്തുണ്ടാവും? ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ ഫോഴ്സ് ഇങ്ങോട്ട് വലിക്കുന്നുണ്ടാവും ബ്ലോക്കിനെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. സോ ദർ വിൽ ബി എ കൈനറ്റിക് ഫ്രിക്ഷൻ ഇത് നമ്മൾ ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് വരിക? ബ്ലോക്ക് റെസ്റ്റിലിരിക്കും. ഇവിടെ മ്യൂ എസ് എന്നാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ എസ് എന്നാണ് കൊടുത്തത്. ഇറ്റ് ഈസ് മ്യൂ കെ. കറക്റ്റ്. ഇവിടെ മ്യൂ എസ് എന്നാണ്, മ്യൂ കെ എന്ന് എടുക്കണം കേട്ടോ. വെയിറ്റ് നോർമൽ റിയാക്ഷൻ രണ്ട് ഫോഴ്സ് ആയി. ദെൻ കൈനറ്റിക് ഫ്രിക്ഷൻ കെ, ഇതിങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഈ വെയിറ്റ് അങ്ങോട്ട് റിലീസ് ചെയ്താൽ ഇതിങ്ങോട്ട് മൂവ് ചെയ്യും. പിന്നെ അടുത്ത ഫോഴ്സ് ടെൻഷൻ. സോ ദർ ആർ ഫോർ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബ്ലോക്ക്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ബ്ലോക്കിന് മോഷൻ ഇല്ല, ഇത് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. നെറ്റ് ഫോഴ്സ് സീറോ ആണ്. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? അതാണ് ബാലൻസ്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ബാലൻസ് ചെയ്യും. കാരണം ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നത് ഒരു ആക്സിലറേഷനിലാണ്. എ എന്ന് പറയുന്ന ആക്സിലറേഷനോട് ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ ഗിവ്സ് യു ദ ക്ലൂ ദാറ്റ് ദർ ഈസ് എ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് സീറോ അല്ല എന്നാണ് അത് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദ ബ്ലോക്ക് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ആ ആക്സിലറേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് സീറോ അല്ല എന്ന് പറഞ്ഞാൽ ഈ ടിയുടെ മാഗ്നിറ്റ്യൂഡും എഫ് കെ എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കൈനറ്റിക് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡും തുല്യമല്ല. ടിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. അപ്പോഴേ ഈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ കിട്ടുള്ളൂ. സോ ദർ ഈസ് എ നെറ്റ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ടി. എന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ടി മൈനസ് എഫ് കെ ആയിരിക്കും വരിക. ടി മൈനസ് എഫ് കെ ആയിരിക്കും. ഈ ഡയറക്ഷനിൽ ടി എന്ന ഫോഴ്സ് കൊണ്ട് വലിക്കുന്നു, ഇങ്ങോട്ട് എഫ് കെ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊണ്ട് വലിക്കുന്നു. അപ്പൊ നെറ്റ് ഫോഴ്സ് ഈ അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ലെഫ്റ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നെറ്റ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദി റൈറ്റ്. ടി എന്ന് പറയുന്ന ടെൻഷൻ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് നെറ്റ് ഫോഴ്സ്. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് കെ ആൻഡ് ദി നെറ്റ് ഫോഴ്സ് ഈസ് ടി മൈനസ് എഫ് കെ. ആ നെറ്റ് ഫോഴ്സ് ആണ് ഈ എ എന്ന് പറയുന്ന ആക്സലേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ബ്ലോക്കിലുള്ള ഫോഴ്സുകളൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലായി. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി. ട്രോളി ബ്ലോക്ക് സിസ്റ്റം നിങ്ങൾ റഫായിട്ടൊന്ന് വരയ്ക്കുക, അതിൽ ബ്ലോക്ക് മാർക്ക് ചെയ്യുക, ഫോഴ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, ഈ M2ലുള്ള ഫോഴ്സുകളും കൂടി പറയാം. M2ലുള്ള ഫോഴ്സുകൾ ഒന്ന് അതിന്റെ വെയിറ്റ് താഴേക്ക്, M2 എന്ന് പറയുന്നതിന്റെ ആ മാസിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് M2G, ഉറപ്പാണ്. പിന്നെ അതിന്റെ ഈ ഇവിടെ ഒരു സ്ട്രിങ് ഈ വെയിറ്റിലേക്ക് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഫോഴ്സ് ഈ മാസിനെ സ്ട്രിങ് ഇതിലേക്ക് ടൈ ചെയ്തുകൊണ്ട് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഫോഴ്സ് ഈ മാസിൽ അനുഭവപ്പെടും. M2നെ ഈ സ്ട്രിങ് ടി എന്ന് പറയുന്ന ഫോഴ്സിൽ മുകളിലേക്ക് വലിക്കും. സോ ദർ ഈസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ്, ദാറ്റ് ഈസ് ടി, വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. Mg എന്ന് പറയുന്ന വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഈ രണ്ട് ഫോഴ്സേ അവിടെ ഉള്ളൂ. ഈ മാസ് എവിടെ റെസ്റ്റ് ചെയ്യുന്നില്ല, ഒരു സർഫസിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് നോർമൽ റിയാക്ഷനും ഫ്രിക്ഷൻ, എയറിന്റെ ഫ്രിക്ഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. വേറെ ഫോഴ്സുകൾ ഒന്നുമില്ല. ഓൺലി ടു ഫോഴ്സസ് ആർ ദർ ഓൺ ദി മാസ് M2. ഇറ്റ്സ് വെയിറ്റ് ആക്ടിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് ദി ടെൻഷൻ ഫോഴ്സ് ഇൻ ദി സ്ട്രിങ് ആക്ടിംഗ് വെർട്ടിക്കലി അപ്വേർഡ്. അപ്പൊ ഇത്രയുമാണ് ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ്. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കും. ഓക്കെ, പെട്ടെന്ന് വരയ്ക്കൂ.
എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യണം. ബ്ലോക്കിൽ 4 ഫോഴ്സ് ഉണ്ട്. ഈ രണ്ടാമത്തെ M2 എന്ന് പറയുന്ന സസ്പെൻഡ് ചെയ്ത മാസിൽ 2 ഫോഴ്സുകളും ഉണ്ട്. ഇനി നമുക്ക് ഈ ബ്ലോക്കിന്റെ മോഷൻ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ബ്ലോക്കിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. അപ്പൊ എനിക്ക് ഈ N എന്ന് പറയുന്ന അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും M1G എന്ന് പറയുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ബാലൻസ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. സോ ഐ ക്യാൻ റൈറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് M is equal to magnitude of Mg. The force on the block M1 are weight M1, W1, normal force N and tension T and friction Fk. There is no motion in the vertical direction. അതായത് y direction, ഈ ഡയറക്ഷനിൽ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ മോഷൻ ഇല്ല. So the net force on the block in y direction should balance. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? N is equal to M1G എന്ന് എഴുതാം. മനസ്സിലായല്ലോ? N എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്സിലാണ് എഴുതുന്നത്. വെക്ടർ ഇക്വേഷൻ അല്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ്സ്. കാരണം magnitude of the normal force should be equal to magnitude of the weight and they are acting in the opposite direction. That is evident from the figure. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറക്ഷനെ കുറിച്ച് കൺസേൺഡ് അല്ല. ആ ചിത്രം നോക്കിയാൽ തന്നെ എനിക്കറിയാം N മുകളിലേക്കാണ്, M1G താഴേക്കാണ്. അതുകൊണ്ട് N-ന്റെ മാഗ്നിറ്റ്യൂഡും M1G-ന്റെ മാഗ്നിറ്റ്യൂഡും തുല്യമായാൽ the net force in the vertical direction will be 0 and they will balance. അപ്പൊ അതുകൊണ്ട് ഐ വിൽ റൈറ്റ് N is equal to M1G. So the first equation, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, again the second law of Newton, net force in the vertical direction is 0. അതിൽ നിന്നാണ് so total vector sum of N plus M1G is equal to 0. Vector N is equal to minus vector M1G എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ്സ് മാത്രം എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ N is equal to magnitude of vector M1G. അതാണ് എഴുതിയത്, N is equal to M1G. ഇനി M1 ഈ ഫോഴ്സുകൾ, ഞാൻ ഇതിന്റെ ഈ ഫോഴ്സുകൾ മാത്രം മാറ്റി വരച്ചാണ് കേട്ടോ. ആ ഒബ്ജക്റ്റിനെ കാണിക്കാതെ അതിലുള്ള ഫോഴ്സ് M1-ലുള്ള ഫോഴ്സ് ആണിത്, M2-ലുള്ള ഫോഴ്സ് ആണിത്. ഇത് W equal to M2G T, 2 ഫോഴ്സേ ഉള്ളൂ. ഇതിലെ മുകളിലേക്കുള്ള ഫോഴ്സ് ഞാൻ അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രമേ വരച്ചിട്ടുള്ളൂ. മുകളിലേക്കുള്ള 2 ഫോഴ്സും ബാലൻസ് ചെയ്തുകൊണ്ട് വരക്കാതെ നിന്നാണ്, മനഃപൂർവ്വം ഒഴിവാക്കിയത്. അൺബാലൻസ്ഡ് ഫോഴ്സുകളാണ് ഈ വരച്ചിട്ടുള്ളത്. സോ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദി ബ്ലോക്ക് അലോങ് X ഡയറക്ഷൻ. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, X ഡയറക്ഷൻ മീൻസ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണണം. ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് ഈ ലെഫ്റ്റിലേക്ക് Fk എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, റൈറ്റിലേക്ക് T എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദി ബ്ലോക്ക് മൂവ്സ് ടുവാർഡ്സ് ദി റൈറ്റ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും F1 ഇസ് ഈക്വൽ ടു T മൈനസ് Fk. അതായത് M1 മേലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതാണ് F1 എന്ന് ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് T മൈനസ് Fk. And Fk is equal to mu kn, that is mu k into M1G. Mu kn എവിടെ നിന്ന് വന്നതാണ്? ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. The kinetic friction is equal to proportional to normal reaction and is equal to mu k into n, where mu k is called the coefficient of kinetic friction. Fk is equal to mu kn എന്ന് കിട്ടി. That is n എന്ന് പറയുന്ന mg എവിടെ നിന്ന് വന്നാണ്? തൊട്ട് മുന്നത്തെ സ്ലൈഡ്. n is equal to M1G is here. n is equal to M1G. Okay. N is equal to M1G. അപ്പൊ Fk is equal to mu k M1G എന്ന് വരും. അപ്പൊ F1 is equal to T minus mu k M1G. ഇനി സെക്കൻഡ് ലോ അനുസരിച്ച് the net force on M1 എന്ന് പറയുന്നത് F1 ആണ്, that is towards the right, then F1 is equal to M1A എന്ന് എഴുതാം. ഇവിടെയൊക്കെ മാഗ്നിറ്റ്യൂഡ്സ് എടുത്തിട്ടുള്ളൂ, ഡയറക്ഷൻ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കണം. So F1 is equal to M1A, that should be in this direction because T is greater than Fk. കാരണം ബ്ലോക്ക് മൂവ് ചെയ്യുന്ന റൈറ്റിലേക്കാണ്. T minus mu k is mu k into M1G. ഈക്വേഷൻ അതുപോലെ is equal to F1 പകരം ഞാൻ M1A എന്ന് കൊടുത്തു. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് if F1 is the net force on the block in the X direction and A is the acceleration in the X direction, then F1 is equal to M1A. ആക്സലറേഷൻ X ഡയറക്ഷനിലേ ഉള്ളൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ T minus mu k into M1G is equal to M1A. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ഇക്വേഷൻ, പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ, X ഡയറക്ഷനിലുള്ള മോഷനെ നിയന്ത്രിക്കുന്ന ഇക്വേഷൻ ആണ് അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇനി നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് നോക്കാം. വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ T ഉണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ W2 ഉണ്ട്. വെയിറ്റ് ഓഫ് മാസ് 2 W2 M2G. അപ്പോ M2 എന്ന് പറയുന്ന മാസ് ഡൗൺവേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പൊ താഴേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും തമ്മിലുള്ള നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് താഴേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് താഴേക്ക്, ഇവിടെ നെറ്റ് ഫോഴ്സ് താഴേക്കാണ്. എന്നാൽ W2 എന്ന് പറയുന്നത് T-യേക്കാൾ കൂടുതലാണ്. അപ്പൊ ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എടുത്താൽ ഇറ്റ് ഈസ് W2 മൈനസ് T അല്ലെങ്കിൽ M2G മൈനസ് T ആണ്.
മുകളിലേക്ക് ടി ഉണ്ട്, താഴേക്ക് M2G ഉണ്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ്, താഴേക്കുള്ള നെറ്റ് ഫോഴ്സ്, ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് ഇക്വേഷൻ എഴുതിയാൽ ഇറ്റ് ഷുഡ് ബി M2G മൈനസ് ടി. അല്ലെങ്കിൽ y ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് M2G മൈനസ് ടി ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ദാറ്റ് നെറ്റ് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഈ ഫോഴ്സ് F2 is the net unbalanced force in the y direction on the mass M2. Net force on mass M2 is along minus y direction and is minus y എന്ന് പറഞ്ഞാൽ vertically downward. അതാണ് മൈനസ് y കൊണ്ട് ഉദ്ദേശിച്ചത്. Y എന്ന് പറഞ്ഞാൽ vertically upward. So in the minus y direction അല്ലെങ്കിൽ in the downward direction and is F2 is, നിങ്ങൾ മൈനസ് y എന്ന് എഴുതണമെന്നില്ല, ഡൗൺവേർഡ് എന്ന് എഴുതിയാലും മതി. ഡൗൺവേർഡ് ഡയറക്ഷൻ and is F2 is equal to M2G, താഴേക്കുള്ള വലിയ ഫോഴ്സ് M2G മൈനസ് ടി. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F2 എന്തായിരിക്കും? M2A ഈക്വൽ ആയിരിക്കും, ബിക്കോസ് F is equal to MA. അപ്പൊ F2 നെ നമുക്ക് M2A എന്ന് എഴുതാം. A is the acceleration. ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ M1 നും M2 നും കോമൺ ആയിട്ടേ വരാൻ കഴിയുള്ളൂ, കാരണം M1 M2 ഒരു സ്ട്രിംഗ് വഴി ടൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ M1 നും M2 നും സെയിം ആക്സിലറേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ M2G മൈനസ് M2G മൈനസ് ടി ആണ് F2. അതിൽ നിന്ന് M2G മൈനസ് ടി is equal to M2A എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് T മൈനസ് മ്യൂ കെ ഇൻറ്റു M1G is equal to M1A, M2G മൈനസ് ടി is equal to M2A. വാല്യൂസ് ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടിയൊക്കെ ഈസി ആവും. ബട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ജനറൽ വേരിയബിൾസ് ഇട്ടിട്ട് പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്താണോ കാണേണ്ടത് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. നമുക്ക് ഇവിടെ തന്നെ ടി മൈനസ് ഈ മ്യൂക്കേന്റെ വാല്യൂ നമുക്കറിയാം, M1ന്റെ വാല്യൂ അറിയാം, ജിന്റെ വാല്യൂ അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി മൈനസ് സം നമ്പർ ഇസ് ഈക്വൽ ടു സം നമ്പർ ഇൻറ്റു എ എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എഴുതാം. ഇത് ഒരു നമ്പർ M2ന്റെ വാല്യൂ അറിയാം, ജിന്റെ വാല്യൂ അറിയാം, മൈനസ് ടി ഇസ് ഈക്വൽ ടു M2 എത്രയാണെന്ന് വെച്ചാൽ ഇൻറ്റു എന്ന് എഴുതാം. അങ്ങനെ എഴുതി സിംപ്ലിഫൈ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് ചിലപ്പോൾ തോന്നും. ബട്ട് ബെറ്റർ, നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എപ്പോഴും ഒരു ജനറൽ, നിങ്ങൾ ഇവിടെ കാണാൻ പറഞ്ഞ എയും ടിയും ആണ്. അപ്പൊ എക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അറ്റ്ലീസ്റ്റ് ഫോർ എ യു ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ എ. ഈ ഇക്വേഷൻസ് രണ്ടും ഉപയോഗിച്ചിട്ട് എ കാണും, ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ആയാൽ ഇതുപോലെയുള്ള വേറെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, അതിന്റെ ഒരു ഏകദേശം ഫോം മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. ടി മൈനസ് മ്യൂ കെ M1G is equal to M1A എന്ന് പറഞ്ഞാൽ ടി മൈനസ് എഫ് കെ is equal to M1A എന്നുള്ള ഇക്വേഷൻ ആണ്. ടി മൈനസ് എഫ് കെ is equal to M1A എന്നാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ M2G മൈനസ് ടി is equal to M2A. ഞാൻ ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യാം. രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ ഈ ടി കളയാന്നുള്ളതാണ്. ടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് ടി, ഇവിടെ മൈനസ് ടി ഉണ്ട്. അപ്പൊ ആഡ് ചെയ്ത് വരുമ്പോൾ വരിക ടി പ്ലസ് ടിയും മൈനസ് ടിയും ആഡ് ചെയ്താൽ 0 വരും. പിന്നെ ഇവിടെ M2G മൈനസ് മ്യൂ കെ M1G എന്ന് വരും. M2G മൈനസ് മ്യൂ കെ M1G. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ M1 പ്ലസ് M2 ഇൻറ്റു എ വരും. M1A പ്ലസ് M2A ആണ്. അത് M1 പ്ലസ് M2 ഇൻറ്റു എ എന്ന് കിട്ടും. നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് അറിയാത്തൊരു സാധനമാണ് ടി. ടി എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് തന്നിട്ടില്ല. ഇതിലുള്ള എ ഒഴികെ എല്ലാവരും അറിയുന്നതാണ്. M1 അറിയാം, ജി അറിയാം, M2 അറിയാം, മ്യൂ കെ അറിയാം, എ ആണ് നമുക്ക് അറിയാത്തത്. അപ്പൊ എ ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താം. സോ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ യു വിൽ ഗെറ്റ് M2 മൈനസ്, ഓക്കെ, അപ്പൊ M2 മൈനസ് മ്യൂ കെ M1 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. നോക്കിയാൽ തന്നെ എക്കുള്ള ഇക്വേഷൻ കിട്ടും. അങ്ങനെ എ കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, നിങ്ങൾ നോക്കുക M2 M1 ഏതാണോ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ ശരിക്കും ഇത് എഴുതിയാൽ എന്ത്, M2 മൈനസ് M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. എന്നിട്ട് ഈ മുകളിൽ ഫ്രിക്ഷൻ വരുന്ന ആ മാസിന്റെ കൂടെയാണ് ഈ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കൂട്ടേണ്ടത്. താഴെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും M2 മൈനസ് മ്യൂ കെ M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു ജി. ഇതാണ് ആക്സലറേഷൻ ഇക്വേഷൻ. ഇതിൽ വാല്യൂസ് അറിയാം. M1 20 കിലോഗ്രാം, M2 3 കിലോഗ്രാം, മ്യൂ കെ 0.04, ജി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ന് പറയുന്നത് 3 മൈനസ് 0.04 ഇൻറ്റു 20, M2 മൈനസ് M2 3 മൈനസ് മ്യൂ കെ ഇൻറ്റു M1 മ്യൂ കെ ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 10. അപ്പൊ 22/23 എന്ന് വരും. 0.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ എ കിട്ടിക്കഴിഞ്ഞാൽ ടി കാണാൻ ഈസിയാണ്. എ കിട്ടിക്കഴിഞ്ഞാൽ ടി ഏതെന്നൊക്കെ എഴുതാം.
ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ, അതാണ് സിമ്പിൾ. ഈ ഇക്വേഷൻ അനുസരിച്ച് ടി ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ m2g - t എന്നുണ്ട്. ഈ ടീനെ അപ്പുറത്തേക്ക് കൊണ്ട് ഈ m2 അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ m2g - m2a ഇസ് ഈക്വൽ ടു ടി എന്നാവും. അപ്പൊ m2 ഇൻറ്റു g - a ഇസ് ഈക്വൽ ടു ടി എന്നായി. അപ്പൊ m2g - t ഇസ് ഈക്വൽ ടു m2a. അപ്പൊ t ഇസ് ഈക്വൽ ടു m2g - m2a, m2 ഇൻറ്റു g - a, 3 ഇൻറ്റു g 10 - 0.96, 27.1 ന്യൂട്ടൺ എന്ന് കിട്ടും ടെൻഷൻ. കൂടി കാണിക്കാം. അപ്പൊ ഇതാണ് അതിന്റെ എക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുന്നതല്ല, ഇതുപോലെയുള്ള ഈ മോഡലിലുള്ള പ്രോബ്ലംസിലൊക്കെ അത് ഉപയോഗിക്കാം. പെട്ടെന്ന് ചെയ്യണം. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പിന്നെ ബുക്കിൽ എഴുതാൻ മറക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സമയം തരുന്നത്. സ്പീഡിൽ എഴുതി പഠിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഈ രണ്ട് ഇക്വേഷനും കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്യാണ്, അപ്പോഴാണ് ഇത് കിട്ടുക. പിന്നെ സിംപ്ലിഫൈ ചെയ്യും. അപ്പൊ ഏക്കുള്ള ഇക്വേഷൻ കിട്ടും. ഈ ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾ ഈ ടി എന്ന് പറയുന്ന വെക്ടർ എഫ് കെനേക്കാൾ കൂടുതലായിട്ട് നീളത്തിൽ വരക്കണം. ഇവിടെ വരക്കുമ്പോൾ W2 എന്നുള്ള വെക്ടർ ടിയേക്കാൾ കുറച്ച് ലെങ്ത് കൂട്ടി തന്നെ വരക്കുക. കാരണം ഇവിടെ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഇവിടെ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. അപ്പോ എഴുതിയല്ലോ. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? രണ്ട് ഇക്വേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഉപയോഗിക്കാം? മറ്റേലും മ്യൂ ഒക്കെ വരുന്നുണ്ട്. ഇതാവുമ്പോൾ സിമ്പിൾ ആണ്. ഞാനിത് ഉപയോഗിച്ച് 27.1 ന്യൂട്ടൺ എന്ന് ടെൻഷന്റെ വാല്യൂ, ടെൻഷൻ ഫോഴ്സിന്റെ വാല്യൂ കണ്ടെത്തുന്നു. The next question. It is easier to pull a lawn mower than to push it. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സർസൈസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെയാണ് ഇത് ചോദിക്കുക. ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ എ ലോൺ മോവർ. ലോൺ മോവർ എന്ന് പറഞ്ഞാൽ ഈ പുൽത്തകിടി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഉന്തിക്കൊണ്ട് പോകാവുന്ന അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകാവുന്ന ഒരു ട്രോളി പോലത്തെ ഒരു സാധനം. ട്രോളിയുടെ കേസിൽ ഇത് ശരി തന്നെയാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ എ ട്രോളി ദാൻ ടു പുഷ് ഇറ്റ്. ഒരു ട്രോളി നമ്മൾ പുഷ് ചെയ്യുകയാണ്, നമ്മൾ സാധാരണ ട്രോളി പുഷ് ചെയ്യുക. പുള്ള് ചെയ്യുമ്പോഴാണ് കുറഞ്ഞ ഫോഴ്സിൽ കൊടുക്കേണ്ടി വരിക. പുള്ള് ചെയ്യുന്നതിനേക്കാൾ ഫോഴ്സ് പുഷ് ചെയ്യുമ്പോൾ കൊടുക്കണം. ട്രോളിയിലുള്ള സാധനമൊക്കെ കണ്ടിങ്ങനെ പോകണമെങ്കിൽ ട്രോളി പുഷ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അത് വേറെ വിഷയം. നമ്മുടെ കൺവീനിയൻസ് അങ്ങനെയാണ്. അതിന്റെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ലോൺ മോവർ ആവട്ടെ ട്രോളി ആവട്ടെ, അത് പുള്ള് ചെയ്യുമ്പോഴാണ്
ഈസിയർ ആയിട്ട് വരും. ഈസിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്, ഈ ട്രോളിക്ക് സെയിം ആക്സലറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് കുറച്ച് കുറവാണ് വെൻ യു പുൾ ഇറ്റ് ദാൻ വെൻ യു പുഷ് ഇറ്റ്. പുഷ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ തന്നെ അതേ ആക്സലറേഷൻ കിട്ടും പുൾ ചെയ്യുമ്പോൾ. സോ അതിന്റെ ആൻസർ ഇതാണ്. വൈൽ പുഷിങ് നോർമൽ റിയാക്ഷൻ, രണ്ട് കേസിലും നോർമൽ റിയാക്ഷൻ കാണണം. കാരണം ഈ ഫ്രിക്ഷൻ രണ്ട് കേസിലും ഈ ട്രോളിയുടെ സർഫസും ബോട്ടം ടയറും അല്ലെങ്കിൽ ഈ ലോൺ മോവറിന്റെ ടയറും ഈ ഗ്രൗണ്ട് സർഫസും തമ്മിൽ, അല്ലെങ്കിൽ ഗ്രാസ് ഫീൽഡിന്റെ ആ ഒരു സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വെയിറ്റിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ നോർമൽ ഫോഴ്സിനെയാണ്, നോർമൽ റിയാക്ഷനെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ദി വെയിറ്റ്. കാരണം വെയിറ്റ് കൂടുമ്പോൾ നോർമൽ റിയാക്ഷൻ കൂടും. വെയിറ്റ് തന്നെ കൂടണമെന്നില്ല, താഴേക്കുള്ള ഫോഴ്സ്, ഡൗൺവേർഡ് ഫോഴ്സ് എത്രയാണോ അതിനെ ബാലൻസ് ചെയ്യാവുന്ന അത്രയും ലെവലിലാണ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. കോണ്ടാക്ട് ഫോഴ്സ് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അപ്പോ നമുക്ക് അതിന്റെ ഡയഗ്രം ഒക്കെ വരച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പുഷ് ചെയ്യുമ്പോൾ ദ നോർമൽ റിയാക്ഷൻ ഈസ് ഗ്രേറ്റർ ആൻഡ് ഹെൻസ് ഫ്രിക്ഷൻ ഈസ് ആൾസോ ഗ്രേറ്റർ. പുഷ് ചെയ്യുമ്പോൾ നോർമൽ റിയാക്ഷൻ കൂടുതലാണ്, അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടുതലാണ്, അപ്പൊ തോനെ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. പുൾ ചെയ്യുമ്പോൾ നോർമൽ റിയാക്ഷൻ പുഷ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ കുറവായിരിക്കും. സോ ലെസ് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ദർ. അപ്പൊ ഫ്രിക്ഷൻ കുറവാണ് പുൾ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് പുൾ ചെയ്യുന്നത് ഈസിയർ ആണെന്ന് പറയാൻ കാരണം. ഫ്രിക്ഷൻ കുറയാനുള്ള കാരണം നോർമൽ റിയാക്ഷനുള്ള വ്യത്യാസം. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്രയും എഴുതിയാൽ മതി നോട്ടിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ഇത്ര എഴുതിയാൽ മതി. ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസിൽ ഉണ്ട് ഈ ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിൽ ഒരു ചോദ്യം ഞാൻ സെലക്ട് ചെയ്താണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നോർമൽ റിയാക്ഷൻ കൂടുന്നത് കുറയുന്നത് മനസ്സിലാകണമെങ്കിൽ ഇത് വെക്ടർ ഡയഗ്രം ഒക്കെ അതിന്റെ ഫോഴ്സിന്റെ ഡയഗ്രം ഒക്കെ വരച്ച് നോക്കണം. അതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ലോൺ മൂവർ ആണെന്ന് വിചാരിക്കുക, സംതിങ്, ട്രോളി, എന്തോ ആയിക്കോട്ടെ. നമുക്ക് എപ്പോഴും റെപ്രസെന്റേഷൻ ഇങ്ങനെയാണല്ലോ, ഒരു സർഫസ് ഉണ്ട്, അതിലിത് മൂവ് ചെയ്യുന്നു. ഞാനിത് ഫസ്റ്റ് പുള്ളിങ് ആണ്, പുള്ളിങ് ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളി ഇതിനെ വലിക്കും, ഈ ട്രോളിനെ ഇങ്ങനെ വലിക്കും. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് മാർക്ക് ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ. എപ്പോഴും നമ്മൾ ഒരു ഒബ്ജക്റ്റ് പുള്ളി ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതൊരു തീറ്റ ആംഗിളിലാണല്ലോ നമ്മൾ പുള്ളി ചെയ്യുക. ഒരിക്കലും നമ്മൾ ഹൊറിസോണ്ടൽ സർഫസിന് പാരലൽ ആയിട്ട് പുള്ളി ചെയ്യൂല, വെർട്ടിക്കൽ ആയിട്ട് പുള്ളി ചെയ്താൽ പിന്നെ നീങ്ങൂല, മുകളിലേക്കല്ലേ പോകുള്ളൂ. അപ്പൊ ഒരു ആംഗിളിലാണ് നമ്മൾ പുള്ളി ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ? ഒന്ന്, നമ്മൾ പുള്ളി ചെയ്യുന്ന ഈ ഫോഴ്സ് ഉണ്ടാവും. രണ്ടാമത്തെ അതിന്റെ വെയിറ്റ് ഉണ്ടാവും. മൂന്നാമത്തത് മുകളിലേക്ക് നോർമൽ ഫോഴ്സ്. 3 ഫോഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലും അല്ല ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അല്ല, പുള്ളിങ് ഫോഴ്സ് ഒരു ആംഗിളിലാണ്. അപ്പൊ ഈ പുള്ളിങ് ഫോഴ്സിനെ എനിക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിട്ടും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിട്ടും റിസോൾവ് ചെയ്യാം. ഞാൻ ആ റിസോൾവ്, അതോടൊപ്പം ഫ്രിക്ഷനും ഉണ്ടാവും. ഫ്രിക്ഷനും വരക്കണം. ഈ ലോൺ മോവർ ഇങ്ങോട്ടാണ് നീങ്ങുന്നത്, ഞാൻ ഇങ്ങനെയാണല്ലോ പുള്ളി ചെയ്യുന്നത്, അപ്പൊ ഇത് ഇങ്ങോട്ടാണ് നീങ്ങുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ ദർ ആർ 4 ഫോഴ്സസ്. എഫ് അപ്ലൈഡ് ഫോഴ്സ്, ദ പുള്ളിങ് ഫോഴ്സ്, N1 the normal force, mg the weight, and the Fk1 is the kinetic friction. Fk1 കൊടുക്കാൻ കാരണം kinetic friction in the case of pulling, N1 കൊടുക്കാൻ in the case of normal reaction in the case of pulling. ഇതേപോലെ ഞാൻ പുറത്ത് പുഷിങ്ങും കാണിക്കും. 4 ഫോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഇനി ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, ഇത് വേറൊരു ആംഗിളിലാണ്. സോ ഐ വിൽ റിസോൾവ് ദിസ് അപ്ലൈഡ് ഫോഴ്സ് into components in the horizontal direction and vertical direction. അപ്പൊ ഈ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനൊരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടാവും ഈ പുള്ളിങ് ഫോഴ്സ്. ഞാൻ ഇതിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. എഫ് കോസ് തീറ്റ എന്നുള്ള ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, തീറ്റ ആണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദിസ് എഫ് ഈസ് എഫ് കോസ് തീറ്റ, ആൻഡ് ദർ വിൽ ബി എ വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ. ആ വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഈ വെക്ടറിനെയാണ്, ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ വെക്ടറിനെയാണ് ഞാൻ 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തത്. അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇറ്റ് ഈസ് എഫ് കോസ് തീറ്റ. എന്തുകൊണ്ടാണ് എഫ് കോസ് തീറ്റ? ഈ ഹൊറിസോണ്ടൽ സർഫസും വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ, അതുകൊണ്ട് ഇത് എഫ് കോസ് തീറ്റ ആയി. ഈ ആംഗിളാണ് ഞാൻ തീറ്റ എന്ന് എടുത്തെങ്കിൽ ഇതായിരിക്കും എഫ് കോസ് തീറ്റ എന്ന് വരിക. മനസ്സിലാക്കുക. ഇപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ എഫ് സൈൻ തീറ്റയുമാണ്. ഇനി എഫ് ഇല്ല, എഫിനെ 2 കമ്പോണന്റ് ആക്കി. ഇനി എഫ് നോക്കേണ്ട ആവശ്യമേ ഇല്ല, എഫ് അവിടെ ഇല്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇനിയിപ്പോ now the force acting are in the horizontal direction, there are 2 forces, F cos theta towards the right and Fk1 frictional force Fk1 towards the left. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നില്ല. Fk1ഉം F cos തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല. F cos തീറ്റ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഈ ലോൺ മോവർ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും വിത്ത് സം ആക്സിലറേഷൻ ഡിറ്റർമിൻഡ് ബൈ ദി ഫോഴ്സ് F cos theta minus Fk1. നെറ്റ് ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് F cos theta minus Fk1. വെർട്ടിക്കൽ ഡയറക്ഷനിൽ 3 ഫോഴ്സ് ഉണ്ട്. N1 വെർട്ടിക്കലി അപ്വേർഡ്, എഫ് സൈൻ തീറ്റ വെർട്ടിക്കലി അപ്വേർഡ്,
ആൻഡ് എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ 3 ഫോഴ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 2 ഫോഴ്സ്. ഇനി എഫ് ഇല്ല കേട്ടോ, എഫിനെ ഞാൻ റിസോൾവ് ചെയ്ത് 2 കമ്പോണന്റ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ 1, 2, 3, 4, 5 ഫോഴ്സുകൾ അവിടെ. എഫ് കോസ് തീറ്റ ആൻഡ് എഫ് കെ വൺ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, എം ജി എഫ് സൈൻ തീറ്റ ആൻഡ് എൻ വൺ അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. ഇനി നോ മോഷൻ ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ, സോ നെറ്റ് ഫോഴ്സ് ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ ഷുഡ് ബാലൻസ്. ലോൺ മോവറിന് അല്ലെങ്കിൽ ഈ ട്രോളിക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡോ വെർട്ടിക്കലി ഡൗൺവേർഡോ ആയിട്ടുള്ള മോഷൻ ഇല്ല. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ബാലൻസ് ചെയ്യണം. അപ്പൊ വെർട്ടിക്കലി അപ്വേർഡ് ഉള്ള ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെർട്ടിക്കലി ഡൗൺവേർഡ് ഫോഴ്സ്. ഇവിടെ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ പ്ലസ് എൻ വൺ ആണ്. സോ എഫ് സൈൻ തീറ്റ പ്ലസ് എൻ വൺ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് എം ജി എന്ന് പറയുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കണം. ബിക്കോസ് എം ജി ഇസ് ഓപ്പോസിറ്റ് ടു ദി സം ഓഫ് എൻ വൺ ആൻഡ് എഫ് സൈൻ തീറ്റ. എൻ വൺ എഫ് സൈൻ തീറ്റ ഒരേ ഡയറക്ഷനില്ല. അപ്പൊ അവയുടെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നേരെ ആഡ് ചെയ്താൽ മതി എൻ വൺ പ്ലസ് എഫ് സൈൻ തീറ്റ. So net force in the vertically upward direction is f sin theta plus n1, which should be equal to the net force in the vertically downward, which is mg. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, എഫ് സൈൻ തീറ്റ പ്ലസ് എൻ വൺ ഇസ് ഈക്വൽ ടു എം ജി. നമ്മുടെ ലക്ഷ്യം എൻ വൺ കാണാന്നുള്ള, നോർമൽ റിയാക്ഷൻ കാണാന്നുള്ള. എൻ വൺ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എഫ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി അപ്പോൾ എഫ് കെ വൺ എന്തായിരിക്കും? മ്യൂ കെ ഇൻറ്റു എൻ വൺ ആയിരിക്കും. മ്യൂ കെ ഇൻറ്റു എൻ വൺ. അപ്പൊ എഫ് കെ വൺ മ്യൂ കെ ഇൻറ്റു എൻ വൺ, എൻ വണ്ണിനുള്ള വാല്യൂ കിട്ടി എം ജി മൈനസ് എഫ് സൈൻ തീറ്റ. ഇനി ഇതേ കേസിലാണ് ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെയാണ് പുഷിങ് കൊടുക്കുക. ഞാൻ ആ ഫോഴ്സിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നത് വരക്കാനുള്ള സൗകര്യത്തിന്. എവിടെയും വരക്കാലോ. അപ്പൊ അങ്ങനെ വരക്കുമ്പോൾ ഇതേ ഫോഴ്സ് തന്നെ ആയിരിക്കണം, ഈ ബോഡിയുടെ സെന്ററിലാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ള ധാരണയിൽ ഞാൻ ഇങ്ങോട്ട് വരക്കുന്നു. സോ ഈ ഫോഴ്സ് തന്നെയാണ്, ഇതാണ് ഞാൻ പുഷ് ചെയ്യുന്ന ഡയറക്ഷൻ. ആ ഫോഴ്സ് ഞാൻ ഇങ്ങനെ വരച്ചു മാത്രം. സോ ദിസ് ഈസ് ദി ഫോഴ്സ് എഫ്, പുഷിങ് ഫോഴ്സ്. ഇത് പുള്ളിങ് ആണ്, ഇത് പുഷിങ് ആണ്. ഇനി നേരത്തെ പോലെ ഇതിൽ എന്തുണ്ടാവും? അതർ ഫോഴ്സസ് അവിടെ ഉണ്ടാവും. എം ജി എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ട്, എൻ ടു എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ട്, എഫ് കെ ടു എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും. ഈ കേസിൽ ഞാൻ നോർമൽ റിയാക്ഷൻ എൻ ടു എന്നും ഫ്രിക്ഷണൽ ഫോഴ്സിന് എഫ് കെ ടു എന്നാണ് എടുത്തത്. അപ്പോൾ എം ജി രണ്ട് കേസിലും സെയിം ലെങ്ത് ആണ് വേണ്ടത്. വരച്ചപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങൾ വരക്കുമ്പോൾ ഇതേ ലെങ്ത്തിൽ തന്നെ ഇവിടെ എം ജി വരച്ചാൽ. അത് പുഷിങ്ങിന്റെ കേസ് നേരത്തെ അതേപോലെ ഞാൻ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ എഫിനെ അപ്ലൈഡ് പുഷിംഗ് ഫോഴ്സ് എഫിനെ റിസോൾവ് ചെയ്യുന്നു രണ്ട് കമ്പോണന്റ്, വൺ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് അനദർ വൺ അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. സോ എഫ് കോസ് തീറ്റ വിൽ ബി അലോങ് ദിസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടുവാർഡ്സ് ദി റൈറ്റ് ആൻഡ് എഫ് സൈൻ തീറ്റ വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്. ഈ രണ്ടുമാണ് ഇതിന്റെ കമ്പോണൻസ് വരിക. എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ ഇവിടെ റിസോൾവ് ചെയ്ത് നോക്കൂ. എഫ് സൈൻ തീറ്റ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് പുള്ളിങ് ആകുമ്പോൾ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് പോകും. സോ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇനി ഇല്ല, അതിനെ കമ്പോണന്റ് ആക്കി മാറ്റി. എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടുവാർഡ്സ് ദി റൈറ്റ്, എഫ് സൈൻ തീറ്റ ഇസ് ദി ഇൻ ദി വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇനിയിപ്പോ എത്ര ഫോഴ്സ് ഉണ്ട് ഇതിൽ? എൻ ടു വെർട്ടിക്കലി അപ്വേർഡ്, എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്, എഫ് സൈൻ തീറ്റ വെർട്ടിക്കലി ഡൗൺവേർഡ്, എഫ് കോസ് തീറ്റ ടുവാർഡ്സ് ദി റൈറ്റ് ആൻഡ് എഫ് കെ ടു ടുവാർഡ്സ് ദി ലെഫ്റ്റ്. So these are the forces acting on this block. Again, in the case of pushing also, there is no motion along the vertical direction. Vertical direction motion illa. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ബാലൻസ് ചെയ്യണം. വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും തുല്യമായിരിക്കണം. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി ആണ്. സോ എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി ഇസ് ഈക്വൽ ടു എൻ ടു. സോ എൻ ടു ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. Because they should balance, because there is no motion in the upward or downward direction. അപ്പൊ എൻ ടുന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇനി ഇതേപോലെ ഇവിടെ മ്യൂ എഫ് കെ ടു എന്ന് പറയുന്നത് എന്താ? മ്യൂ കെ ഇൻറ്റു എൻ ടു. ഇനി നോക്കൂ, എൻ വൺ എന്ന് പറയുന്നത് എന്താണ്? എം ജി മൈനസ് എഫ് സൈൻ തീറ്റ ആൻഡ് എൻ ടു ഇസ് എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. അപ്പോ for a given pulling or pushing force F, the normal reaction N1 is much less than the normal reaction N2. അല്ലെങ്കിൽ N2 N1നേക്കാൾ കൂടുതലാണ്. N2 N1 എന്ന് പറയുന്നത് എം ജിയിൽ നിന്നും എഫ് സൈൻ തീറ്റ കുറച്ചതാണ്. N2 എന്ന് പറയുന്നത് എം ജിയിലേക്ക് എഫ് സൈൻ തീറ്റ കൂട്ടിയതാണ്. അപ്പൊ N2 എന്ന് പറയുന്നത് എന്തായാലും N1നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് കെ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കെ ടു എന്ന് പറയുന്നതും ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കെ വണ്ണിനേക്കാൾ കൂടുതലായിരിക്കും. സോ N2 ഗ്രേറ്റർ ദാൻ M1, സോ എഫ് കെ ടു ഗ്രേറ്റർ ദാൻ എഫ് കെ വൺ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും ഇവിടത്തേനേക്കാൾ. അതുകൊണ്ട് പുഷിങ് എന്ന് പറയുന്നത് പുള്ളിങ്ങിനേക്കാൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ നോർമലി ഈ കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് പലപ്പോഴും ഈ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാറില്ല. കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഡയഗ്രാം നിങ്ങൾ വരക്കണമെന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ലോൺ മൂവറിൽ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്.
എക്സർസൈസിൽ. അപ്പൊ ഇതിന്റെ ആൻസർ ഇത്രയും പരീക്ഷയ്ക്ക് ഇത്രയും എഴുതിയാൽ മതി. വൈൽ പുഷിംഗ് ദി നോർമൽ റിയാക്ഷൻ ഇസ് ഗ്രേറ്റർ ആൻഡ് ഹെൻസ് ഫ്രിക്ഷൻ ഇസ് ആൾസോ ഗ്രേറ്റർ ദാൻ ഇൻ പുള്ളിംഗ്. ദാൻ ഇൻ പുള്ളിംഗ് എന്നാണ് ഈ എം മോഡല്ല, എം എക്സ് ഓവർ എക്സസ് ആണ്, എം ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം, ഇപ്പൊ തന്നെ എഴുതണം. ഈ ക്വസ്റ്റ്യനും ഈ ആൻസറും. ഈ ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ആണെങ്കിൽ പിന്നീട് എഴുതാം, നോട്ട് കമ്പൽസറി. Then the last question is, a rocket with a lift of mass 20,000 kilogram is blasted with initial acceleration of 5 meter per second square. Find initial thrust on the rocket. Find initial thrust on the rocket. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ എക്സർസൈസിലെ 5.9 ആണ്. എക്സർസൈസിലെ ക്വസ്റ്റ്യൻ 5.9 5.9 in the exercise section. A rocket with അല്ല with ആണ്. Let me correct it. A rocket with lift of mass 20,000 kilogram is blasted with initial acceleration of 5 meter per second square. Okay. Find initial thrust on the rocket. Initial thrust എന്ന് പറയുന്ന അർത്ഥം ബലം തന്നെ. തുടക്കത്തിൽ ഈ റോക്കറ്റിൽ കൊടുക്കുന്ന തള്ളൽ ബലം എത്രയാണ്? പുഷിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ദി thrust. റോക്കറ്റ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ, ഇനീഷ്യൽ സമയത്ത് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ആ ബ്ലാസ്റ്റിംഗ് കൊണ്ട് റോക്കറ്റിന് കിട്ടുന്ന, മുകളിലേക്ക് കിട്ടുന്ന പുഷിംഗ്, ആ ഫോഴ്സ് ആണ് ത്രസ്റ്റ്. അത് എത്രയായിരിക്കും? തന്നിട്ടുണ്ട്. റോക്കറ്റ് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മാസ് 20,000 കിലോഗ്രാം. എത്രയുമാണ് മാസ് ഓഫ് ദി റോക്കറ്റ് ആൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ ഇസ് ഗിവൺ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും മാസും ആക്സിലറേഷനും ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ ചിലപ്പോ ഒറ്റയടിക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നേരെ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതും. സോ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം 20,000 ഇൻറ്റു 5 എന്ന് തെറ്റും. അങ്ങനെയല്ല. ഇതിന്റെ പുറമെ ഇതെന്താ, എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷനിലെ എഫ് എന്താണ്? ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്ട് എന്നാണ്. ഈ റോക്കറ്റ് മേല് ഈ ത്രസ്റ്റ് ഇനീഷ്യൽ ബ്ലാസ്റ്റ് കൊണ്ട് കിട്ടിയ ഒരു ഫോഴ്സ് ഉണ്ട്. അത് കൂടാതെ ഒരു ഫോഴ്സ് ഏതാ? വെയിറ്റ് ഓഫ് ദി റോക്കറ്റ്. റോക്കറ്റിന്റെ വെയിറ്റ് താഴേക്കാണ്. ആ വെയിറ്റിനെ മറികടന്നിട്ട് ത്രസ്റ്റ് കൊടുക്കുമ്പോഴാണ് റോക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. അപ്പോ ആ ഫോഴ്സിനെ കുറിച്ച് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവും. എം എയും തന്നിട്ടുണ്ട്. ഐ ഹാവ് ആൻ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ, സോ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ചിന്തിച്ചിട്ട് നേരെ ഈ എം എന്നുള്ള ഉത്തരം എഴുതി വെക്കും, തെറ്റിപ്പോവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, സെക്കൻഡ് ലോയിൽ എഫ് ഇസ് ഈക്വൽ ടു എം എയിൽ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നെറ്റ് ഫോഴ്സ്, നോട്ട് ദി എനി ഫോഴ്സ്, ഇറ്റ് ഈസ് ദി നെറ്റ് ഫോഴ്സ്. So you should think of if there is any other force acting on your object. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒന്ന് ഇനീഷ്യലി കൊടുക്കുന്ന ആ ത്രസ്റ്റ് ഉണ്ട്, അത് ഇനീഷ്യൽ മൊമെന്റിലാണല്ലോ. ആ ത്രസ്റ്റ് ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് കഴിഞ്ഞാൽ ആ ഫോഴ്സിന്റെ കൂടെ ആ സമയത്തു ആ റോക്കറ്റിന് എന്തുണ്ട്? റോക്കറ്റിന് വെയിറ്റ് ഉണ്ട്, ഡൗൺവേർഡ്. So suppose this is the rocket. So normally there will be a weight acting downward. അത് നിങ്ങൾ മറന്നു പോയത്. ഇനി ബ്ലാസ്റ്റിംഗ് കൊണ്ട് അതിനെന്ത് ചെയ്യും? മുകളിലേക്ക് ഒരു ത്രസ്റ്റ് കിട്ടും. ഈ രണ്ട് ഫോഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റിന്റെ നെറ്റ് ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സ് കാരണമായിട്ട് റോക്കറ്റ് മുകളിലേക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആക്സിലറേഷന് മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ത്രസ്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി വെയിറ്റ് ഡബ്ല്യു. ഉറപ്പാണ്. ത്രസ്റ്റ് വെയിറ്റിനേക്കാൾ കൂടിയാൽ മാത്രമേ നെറ്റ് ഫോഴ്സ് ഓൺ ദി റോക്കറ്റ് അപ്വേർഡ് ആവുള്ളൂ. അപ്പോഴേ റോക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പൊ ഇതിൽ നിന്നും നെറ്റ് ഫോഴ്സ് അപ്ലൈങ് സെക്കൻഡ് ലോ ഫോർ മോഷൻ അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. ഇവിടെ മോഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്.
മോഷൻ അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ സെക്കൻഡിൽ അപ്ലൈ ചെയ്താൽ എന്താണ് ദ നെറ്റ് ഫോഴ്സ് ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. സോ എഫ് മൈനസ് എം ജി ആയിരിക്കും നെറ്റ് ഫോഴ്സ്. മുകളിലേക്കുള്ള ത്രസ്റ്റ് മൈനസ് വെയിറ്റ് എം ജി, ഇത് താഴേക്കാണല്ലോ. അപ്പൊ നെറ്റ് ഫോഴ്സ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ ഈസ് എഫ് മൈനസ് എം ജി ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എം എ. എം ജി എഫ് ഇസ് ഈക്വൽ ടു എം എന്നല്ല, എഫ് മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. അപ്പൊ 20,000 into 10 plus 5, 20,000 into 15, that is 3 into 10 raised to 5 Newton. Answer will. So this is the total force on the rocket. Total thrust on the rocket. Total force, total thrust on the rocket initially. And that thrust should be greater than the weight. 3 into 10 raised to 5 Newton ആണ് കൊടുക്കേണ്ട thrust. അങ്ങനെ ആ thrust കൊടുത്താൽ 5 meter per second square acceleration റോക്കറ്റ് അങ്ങനെ മുകളിലേക്ക്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെന്റുകളാണ്. ഒന്ന് ഒരു മിനിറ്റ് ഞാൻ തരാം. These are the assignments. ചാപ്റ്ററിന്റെ അസൈൻമെന്റ് ആണ്. എക്സർസൈസ് ക്വസ്റ്റ്യനില് 5, 5, 5, 11, 5, 16, 5, 19 ഈ ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് എഴുതണം. എനിക്ക് നിങ്ങളുടെ ലീഡർക്ക് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദി എക്സാമ്പിൾ പ്രോബ്ലം 5, 10, 5, 1, 5, 11. അപ്പൊ 5, 10 എക്സാമ്പിള്, 5, 5, 5, 11, 5, 16, 5, 19 ഇത്രയും എക്സർസൈസ് പ്രോബ്ലംസും ചെയ്ത് നോക്കുക. കിട്ടാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ദീസ് ആർ ദി അസൈൻമെന്റ്. അപ്പൊ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഈ ചാപ്റ്ററിലെ അസൈൻമെന്റ്സ് തന്നു. അസൈൻമെന്റ്സിന്റെ ഡ്യൂ ഡേറ്റ് 6-ാം തീയതിയാണ്, ഏപ്രിൽ 6. ഇലക്ഷന്റെ ഡേറ്റ്, ഇലക്ഷന്റെ അടുത്ത ദിവസം മുതൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഓക്കെ, ചാപ്റ്ററിന്റെ എക്സാം നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഫ്രൈഡേ, വെള്ളിയാഴ്ച നമുക്ക് നടത്താം. ഇനി വെള്ളിയാഴ്ച വേറെ ഏതെങ്കിലും എക്സാം രാത്രി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സിന്റെ എക്സാം ഉണ്ട് എന്ന് പറയണം. ഇനി ഇത് ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ആയിട്ട് ഇടല് ചിലപ്പോൾ ഞാൻ വൈകും, മറക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എക്സാം വെള്ളിയാഴ്ചയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഫ്രൈഡേ. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ എക്സാം വെള്ളിയാഴ്ച. ഓക്കെ, താങ്ക് യു. ഇനി ഇതിലെന്തെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ, വർക്ക് പവർ എനർജി, ആ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള അടുത്ത ചാപ്റ്റർ തുടങ്ങും. അപ്പോൾ അതിലും കുറച്ച് മാത്സ് ആവശ്യമുണ്ട്. വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ പിന്നെ ചെറിയ രീതിയിൽ ഇന്റഗ്രേഷനും ആവശ്യമുണ്ട് ആ ചാപ്റ്ററിൽ. ഇന്റഗ്രേഷൻ ജസ്റ്റ് മനസ്സിലാക്കുന്നത് ഈസിയാണ്, ആ ചാപ്റ്ററിൽ ഉപകാരപ്പെടും. അതുകൊണ്ട് അത് രണ്ടും ആദ്യം പറയും. അതിൽ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അത് വേറെ അഡീഷണൽ മാത്തമാറ്റിക്സ് അല്ല. ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചത് പോലെ ചെറിയ രീതിയിലൊന്നും നിങ്ങളെ പഠിപ്പിക്കും. എന്നാണ് അത് ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല പതിവ് പോലെ. So let me stop here. Thank you.